എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. മൗലിക അവകാശങ്ങൾ നമുക്ക് PSC തന്നിരിക്കുന്ന സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും അല്ലാതെയുമെല്ലാം. അപ്പോൾ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനാണെങ്കിലും 10th പ്രിലിമിനറി എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ മെയിൻസ് പരീക്ഷകൾക്കുമെല്ലാം മൗലികാവകാശങ്ങളുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ നമുക്കിന്ന് മൗലികാവകാശങ്ങളെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യം പറയുന്നത് അവകാശങ്ങൾ കൂടാതെ ഒരു മനുഷ്യനും പൂർണ്ണതയിലെത്തുക സാധ്യമല്ല എന്നാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഹാരോൾഡ് ജെ ലാസ്കിയാണ് ഇങ്ങനെ പറഞ്ഞത്. അവകാശങ്ങൾ കൂടാതെ ഒരു മനുഷ്യനും പൂർണ്ണതയിലെത്തുക സാധ്യമല്ല എന്ന് പറഞ്ഞത് ഹാരോൾഡ് ജെ ലാസ്കിയാണ്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലിക അവകാശങ്ങൾ. ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് പൗരരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണിവ. ഈ മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മൗലിക അവകാശങ്ങളാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നതും എന്തിനെയാണ്? മൗലികാവകാശങ്ങളെയാണ്. അപ്പം മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? അത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെയാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് 1927 മദ്രാസ് INC സമ്മേളനം. അപ്പം ഈ മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമായി മാറുന്നതെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. അവകാശ പത്രിക വേണമെന്ന് 1928 ആവശ്യമുന്നയിച്ച കമ്മിറ്റിയാണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. അപ്പം ഈ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ചോദിച്ചാൽ അത് കറാച്ചി INC സമ്മേളനമാണ് 1931. കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പോൾ ഈ മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ വേണം എന്ന് അല്ലെങ്കിൽ അവകാശ പത്രിക വേണമെന്ന് 1928 ആവശ്യമുന്നയിച്ച കമ്മിറ്റി അത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി എന്നൊക്കെ പറയും കേട്ടോ. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലും മൗലികാവകാശങ്ങൾ എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യം USA ആണ്. അപ്പം മൗലികാവകാശങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? USA നിന്നാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൗലികാവകാശങ്ങളുടെ ശില്പിയും മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണ കടമെടുത്ത രാജ്യം USA എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്.
നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അപ്പം ഭരണഘടന നിലവിൽ വരുമ്പം 7 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോഴെത്രണ്ണമുണ്ട്? 6 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്ത് മാറ്റമാണ് അവിടെ വന്നത്? നമ്മുടെ മൗലികാവകാശമായിരുന്നു സ്വത്തവകാശം എന്ന് പറയുന്നത്. ആ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി അതിനെ നിയമാവകാശമാക്കി. അത് ഇപ്പോൾ മൗലികാവകാശമല്ല. സ്വത്തവകാശം എന്താണ്? ഒരു നിയമാവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 1978 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു മൊറാർജി ദേശായി? ജനതാ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. സ്വത്തവകാശം നിയമാവകാശമാകുമ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഓർക്കാം അല്ലേ? അപ്പോൾ ഈ 44-ാം ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. നിലവിൽ സ്വത്തവകാശം ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. ഇത് മുമ്പ് ഏതിലായിരുന്നു? മൗലികാവകാശങ്ങളിലായിരുന്നപ്പോൾ ആർട്ടിക്കിൾ 31-ലായിരുന്നു. നിലവിൽ സ്വത്തവകാശം ഏതനുച്ഛേദമാണ്? 300A. ആർട്ടിക്കിൾ 300Aയിലാണ് സ്വത്തവകാശം. നിലവിൽ ഭരണഘടനയുടെ ഭാഗം 12-ലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 3-ലായിരുന്നതിനെ ഇങ്ങോട്ട് മാറ്റി ഭാഗം 12-ലേക്ക് മാറ്റി. ഇനി മൗലികാവകാശങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചില മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൗലികാവകാശങ്ങൾ പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല. ഗവൺമെൻറ്റിന് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇവയ്ക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും. അപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ പരിപൂർണമല്ല, അനിയന്ത്രിതവുമല്ല. ഇതിൽ ചില മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പിന്നെ വേണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനും ഗവൺമെൻറ്റിന് കഴിയും. ഇത്തരം നിയന്ത്രണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അപ്പം ഈ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ നിയന്ത്രണങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? അത് കോടതിക്കാണ്. ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഏകപക്ഷീയമായ നടപടികളിൽ നിന്നും മൗലികാവകാശങ്ങൾ പൗരന്മാരെ സംരക്ഷിക്കുന്നു. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മൗലികാവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം നീതിന്യായ വിഭാഗത്തിനുണ്ട്. മൗലികാവകാശങ്ങളിൽ ചിലത് നിഷേധാത്മകമാണ്. അവ രാജ്യത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നു. ചിലത് പോസിറ്റീവാണ്. അവ വ്യക്തികൾക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. റിട്ടുകൾ എന്താണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമ്പോർട്ടൻ്റ് PYQ ആണ്, സുപ്രീം കോടതി. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന് നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് എന്ത് ചെയ്യാം? ജനങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാം. ഇനി ഇവിടെ സോമനാഥ് ലാഹിരി പറഞ്ഞ ഒരു വാക്കാണ്, മൗലികാവകാശങ്ങളിൽ ഭൂരിഭാഗവും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയതാണ്. നിബന്ധനകൾ പലതും മൗലികാവകാശങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്ന് അതിൻ്റെ നെഗറ്റീവിനെ കുറിച്ചാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സോമനാഥ് ലാഹിരി പറഞ്ഞിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ ശാശ്വതമല്ല. ഭരണഘടനാ ഭേദഗതി വഴി മൗലികാവകാശങ്ങളെ അവയുടെ അടിസ്ഥാന തത്വത്തെ ബാധിക്കാത്ത രീതിയിൽ ചുരുക്കാനും പിൻവലിക്കാനും ഗവൺമെൻറ്റിന് കഴിയും. അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അനുച്ഛേദം 20-21 ഒഴികെ ഉള്ളവ സസ്പെൻഡ് ചെയ്യപ്പെടാം. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ആർട്ടിക്കിൾ 20-21 ഒഴികെയുള്ള ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. അനുച്ഛേദം 19 പറയുന്ന മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടണമെങ്കിൽ യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ ഉണ്ടാകണം. അപ്പം ഈ 19 പറയുന്ന കാര്യങ്ങൾ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്? അവിടെ യുദ്ധമോ, രാജ്യത്ത് യുദ്ധമോ വിദേശ കടന്നുകയറ്റമോ ഒക്കെ ഉണ്ടായാലാണ് അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആഭ്യന്തര അടിയന്തരാവസ്ഥ വേളയിൽ അനുച്ഛേദം 19 സസ്പെൻഡ് ചെയ്യപ്പെടില്ല.
അടിയന്തരാവസ്ഥയുള്ളപ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ ആർക്കാണ് അധികാരം? രാഷ്ട്രപതി. ഇന്ത്യൻ പൗരർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങളാണ് അനുച്ഛേദം 15, 16, 19, 29, 30. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ. വിദേശ പൗരന്മാർക്ക് ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28 എന്നിവ. ഇതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ കൂട്ടത്തിൽപ്പെടാത്ത എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി ആർട്ടിക്കിൾ 12 കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 12 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് എന്നാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും പാർലമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭയും ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൽ ഉള്ളതോ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ളതോ തദ്ദേശമോ അല്ലാതെയോ ആയ എല്ലാ അധികാര സ്ഥാനങ്ങളും. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, ഏജൻസി എന്നിവയെക്കുറിച്ചും ഇവിടെ വരുന്നു. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ വ്യാപ്തി. പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ മൗലികാവകാശത്തെ ഹനിക്കുന്നതാണെങ്കിൽ, അതായത് പാർലമെൻറ്റോ നിയമസഭയോ പാസ്സാക്കുന്ന നിയമം മൗലികാവകാശത്തിന് ദോഷകരമാകുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും അനുച്ഛേദം 226 പ്രകാരം ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും അവയെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കും. അപ്പം നമ്മുടെ സുപ്രീം കോടതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 222 പ്രകാരവും പാർലമെൻറ്റോ നിയമസഭയോ പാസ്സാക്കുന്ന നിയമങ്ങൾ മൗലികാവകാശത്തിന് എതിരാണെന്ന് കണ്ടാൽ അതിനെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട്. നിയമം എന്നാൽ എന്താണ്? പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളെയാണ് നിയമം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയും ഗവർണർമാരും പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ, കാര്യനിർവഹണ വിഭാഗം തയ്യാറാക്കുന്ന ഉത്തരവുകൾ, ചട്ടങ്ങൾ, വിജ്ഞാപനങ്ങൾ, നിയമനിർമ്മാണേതര നിയമസ്രോതസ്സുകൾ, അതായത് ആചാരം, നിയമത്തോളം ശക്തിയുള്ള നിയമക്രമവുമാവാം. ഇങ്ങനെയുള്ള എല്ലാം നിയമം എന്നാണ് പറയുന്നത്. ഭരണഘടനാ ഭേദഗതികളെ നിയമം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ കോടതിയിൽ നമുക്കത് ചോദ്യം ചെയ്യാനാകില്ല എന്നും ഇവിടെ പറയുന്നു. ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലുള്ള സമത്വം. ഇവിടെ മുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്നു. 1. നിയമത്തിന് മുന്നിലെ സമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമപരമായ വിവേചനങ്ങൾ പാടില്ലെന്നും ആരും രാജ്യത്തിലെ നിയമത്തിന് അതീതരല്ലെന്നും അത് പ്രഖ്യാപിക്കുന്നു. 2. നിയമം മുഖേന തുല്യ സംരക്ഷണം. എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും എന്നതാണ് നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നതിന് അർത്ഥം. അതായത് രാജ്യത്തെ എല്ലാവർക്കും അവിടെയുള്ള നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം ലഭിക്കും. തുല്യമായ സാഹചര്യങ്ങളിൽ എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കുമെന്നും ആരോടും വിവേചനം കാണിക്കില്ലെന്നും ഈ നിയമം അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ പ്രഖ്യാപിക്കുന്നു. നിയമത്തിന് മുന്നിൽ തുല്യത, സമത്വം എന്നത് ബ്രിട്ടീഷ് ആശയമാണ്. നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ആശയവുമാണ്. ഇനി നിയമവാഴ്ച എന്ന AVDCയുടെ ആശയത്തിൽ നിന്നാണ് നിയമത്തിന് മുന്നിലെ സമത്വം എന്ന ആശയമുണ്ടായിരിക്കുന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ്. നിയമസമത്വത്തിന് ഇളവ് നൽകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സ്വന്തം അധികാരമോ കടമകളോ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയോട് വിശദീകരണം നൽകാൻ രാഷ്ട്രപതിയോ ഗവർണറോ ബാധ്യസ്ഥരല്ല. രാഷ്ട്രപതിയും ഗവർണറും ആ സ്ഥാനത്ത് തുടരുന്ന കാലത്തോളം അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ ഒരു കോടതിക്കും സ്വാധീനമല്ല. അപ്പം നമ്മുടെ ഈ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഭരണഘടനയിൽ, അത് ഇളവ് നൽകുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെയോ ഗവർണറെയോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിൽ അടയ്ക്കുന്നതിനോ ഉള്ള ഒരു നടപടിയും ആരംഭിക്കാൻ അവരുടെ ഭരണകാലത്ത് കോടതിക്ക് സാധിക്കില്ല. അപ്പോൾ ഈ നിയമത്തിന് അണ്ടറിൽ വരുന്നത് ആർക്കൊക്കെ ഇളവ് നൽകുന്നത്? ഗവർണർക്കും രാഷ്ട്രപതിക്കുമാണ് ഇവിടെ ഇളവുകൾ നൽകുന്നത്.
രാഷ്ട്രപതിയോ ഗവർണറോ ആ സ്ഥാനം വഹിച്ചു തുടങ്ങിയാൽ അവരുടെ ഏതൊരുവിധ പ്രവർത്തനങ്ങൾക്കുമെതിരെ സ്ഥാനമേൽക്കുന്നതിന് മുമ്പോ ശേഷമോ 2 മാസം മുമ്പെങ്കിലും നോട്ടീസ് നൽകാതെ യാതൊരു സിവിൽ നടപടികളും സ്വീകരിക്കാൻ കോടതിക്ക് അധികാരമില്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 361 അതായത് രാഷ്ട്രപതിയോ ഗവർണറോ അവരവരുടെ പദവിയിൽ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ ഏതൊരുവിധ പ്രവർത്തനങ്ങൾക്കെതിരെയും 2 മാസം മുമ്പെങ്കിലും നോട്ടീസ് നൽകാതെ യാതൊരുവിധ കേസുകളോ നടപടിക്രമങ്ങളോ സ്വീകരിക്കാൻ കോടതിക്ക് അധികാരമില്ല. ഇങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 361. പാർലമെൻറ്റിലെയോ നിയമസഭയിലെയോ സംഭവത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ഏതെങ്കിലും മാധ്യമത്തിലൂടെ പ്രചരിച്ചുവെന്ന കാരണത്താൽ ഒരു വ്യക്തിക്കെതിരെയോ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 361A അനുശാസിക്കുന്നു. പാർലമെൻറ്റിലോ ഏതെങ്കിലും കമ്മിറ്റിക്ക് മുമ്പാകെയോ ഒരു സഭാംഗം നടത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ യാതൊരുവിധ കോടതി നടപടിയും പാടില്ലെന്ന് ആർട്ടിക്കിൾ 105 അനുശാസിക്കുന്നുണ്ട്. സംസ്ഥാന അസംബ്ലിയിലോ ഏതെങ്കിലും കമ്മിറ്റിക്ക് മുമ്പാകെയോ ഒരു സഭാംഗം നടത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ യാതൊരുവിധ കോടതി നടപടിയും പാടില്ലെന്ന് ആർട്ടിക്കിൾ 194 അനുശാസിക്കുന്നു. വിദേശ ഭരണാധികാരികൾ, അംബാസഡർമാർ, നയതന്ത്രജ്ഞർ എന്നിവർക്കെതിരെ ക്രിമിനൽ സിവിൽ നടപടികൾ പാടില്ല. UNO, അതിൻ്റെ മറ്റ് ഏജൻസികൾ എന്നിവയിലെ അംഗങ്ങൾക്കെതിരെയും ഈ നിയമ നടപടികൾ പാടില്ല എന്നും പറയുന്നു. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. മതവർഗ ജാതി ലിംഗ ജനനസ്ഥലം അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നു. ആർട്ടിക്കിൾ 15 പറയുന്നു. 15(2) യാതൊരു പൗരനും മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയോ അവയിലേതെങ്കിലും ഏതോ മാത്രം കാരണമാക്കി കടകൾ, പൊതുഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം, അതുമല്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കുന്നവയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി സമർപ്പിച്ചിട്ടുള്ളവയോ ആയ കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ച് യാതൊരു വിവേചനവും പാടില്ല എന്നും ആർട്ടിക്കിൾ 15 പറയുന്നു. ആർട്ടിക്കിൾ 15(3) സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി രാഷ്ട്രം ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നത് വിവേചനം എന്ന പരിധിയിൽ വരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സീറ്റ് സംവരണം, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവസരം എന്നിവ ഇതിനു ഉദാഹരണങ്ങളാണ്. 15(4) പറയുന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരവുമായും പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങളിൽപ്പെട്ട പൗരരുടെ ഉന്നമനത്തിനു വേണ്ടിയോ പട്ടികജാതിക്കും പട്ടികവർഗങ്ങൾക്കും വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നത് വിവേചനം എന്ന പരിധിയിൽ വരുന്നില്ല എന്നാണ്. ഇനി 15(5) പറയുന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങളിൽപ്പെട്ട പൗരരുടെ ഉന്നമനത്തിനു വേണ്ടിയോ പട്ടികജാതിക്കാർക്കോ പട്ടിക ഗോത്രവർഗങ്ങൾക്കും വേണ്ടിയോ നിയമം വഴി ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നത് വിവേചനം എന്ന പരിധിയിൽ വരുന്നില്ല. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ രാഷ്ട്രം ധനസഹായം നൽകുന്നതോ ധനസഹായം നൽകാത്തതോ ആയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനത്തെ നിഷേധിക്കാനും പാടില്ല. 15(6) പറയുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെ സംസ്ഥാനത്തിൻ്റെ എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആയ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അനുമതിയുണ്ട്. ഇനി സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി തീവ്ര സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1979 ഈ ആർട്ടിക്കിൾ 15ഉം 14ഉം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 16 അവസര സമത്വം. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. 16(2) പറയുന്നത് രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗത്തെ സംബന്ധിച്ച്
മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം, വാസസ്ഥലം എന്നിവ അടിസ്ഥാനമാക്കി അതായത് ഏതൊരു പൗരനും അയോഗ്യനാക്കുകയോ വിവേചനത്തിന് വിധേയനാക്കുകയോ ചെയ്യുന്നതല്ല. 16(4) പറയുന്നത് സർക്കാരിന് കീഴിലുള്ള പൊതു നിയമനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളും തസ്തികകളും സംവരണം ചെയ്യുന്നതിനെക്കുറിച്ചും പറയുന്നു. ഇനി 16(5) പറയുന്നത് മതപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന സ്ഥാപനങ്ങളിലെ ഉദ്യോഗം ആ മതത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമായി സംവരണം ചെയ്തു നൽകുന്നത് ഭരണഘടനാപരമായി അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 16(5). 16(6) പറയുന്നത് സാമ്പത്തികമായി ദുർബലരായ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക്, അതായത് അവർ മുന്നോക്ക വിഭാഗത്തിലാണ് പക്ഷേ സാമ്പത്തികമായിട്ട് ദുർബലരാണ്, അങ്ങനെയുള്ള പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ 10% സംവരണം, അതായത് ഈ EWS പോലുള്ളത് ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അനുമതിയുണ്ട്. ഇത് അവസര സമത്വ ലംഘനം എന്നതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ആർട്ടിക്കിൾ 17 അടുത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമ്മാർജ്ജനമാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ അനുഷ്ഠാനം നിരോധിക്കുകയും ചെയ്യുന്ന അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനം. അപ്പോൾ തൊട്ടുകൂടായ്മ എന്ന് കണ്ടാൽ തന്നെ ഏത് ആർട്ടിക്കിളാണ്? അത് ആർട്ടിക്കിൾ 17. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം 1976 ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കി മാറ്റി. അപ്പോൾ പൗരാവകാശ സംരക്ഷണ നിയമം 1976. 1955 തൊട്ടുകൂടായ്മ നിയമമാണ് പരിഷ്കരിച്ച് 1976 പൗരാവകാശ സംരക്ഷണ നിയമമാക്കി മാറ്റിയത്. അയിത്തം എന്ന പദം ഭരണഘടനയിലോ നിയമത്തിലോ നിർവചിച്ചിട്ടില്ല. അയിത്തം എന്നൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ ഏതെങ്കിലും ഒരു നിയമത്തിലോ പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള അവകാശം സ്വകാര്യ വ്യക്തികൾക്കെതിരെ ലഭ്യമാണ്. ഈ അനുച്ഛേദത്തിൽ പറയുന്ന അവകാശം ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. അസ്പൃശ്യത, അൺടച്ചബിലിറ്റി എന്നതിനെക്കുറിച്ച് PSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അസ്പൃശ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും കൂടാതെ നമ്മൾ എഴുതിക്കോണം. ഏതാണത്? ആർട്ടിക്കിൾ 17. 17 പറയുന്നത് അസ്പൃശ്യത പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ്. അസ്പൃശ്യത, അൺടച്ചബിലിറ്റി. അപ്പം PSC ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അസ്പൃശ്യത എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഗമാണ് ആർട്ടിക്കിൾ 17. ഓക്കെ, അപ്പം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17. അടുത്തത് ആർട്ടിക്കിൾ 18. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. 18(1) പറയുന്ന, അപ്പോൾ ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. 18(1) പറയുന്നത് സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ അല്ല. അതായത് നമ്മുടെ ഈ മേജർ, ഡോക്ടർ, അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വരുന്ന പദവികൾ സൈനികപരമോ വിദ്യാഭ്യാസപരമോ അല്ലാതെ ഒരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടുള്ളതല്ല. 18(2) പറയുന്നത് ഭാരതത്തിലെ ഏതൊരു പൗരനും ഏതെങ്കിലും രാഷ്ട്രത്തിൽ നിന്നോ ഏതെങ്കിലും സ്ഥാനപ്പേര് സ്വീകരിക്കാൻ പാടുള്ളതല്ല. 18(3) പറയുന്നത് ഭാരതത്തിലെ പൗരനല്ലാത്ത ഏതൊരാളും അയാൾ രാഷ്ട്രത്തിൻ്റെ കീഴിൽ ആദായകരമോ വിശ്വാസാധിഷ്ഠിതമോ ആയ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്നും ഏതെങ്കിലും സ്ഥാനപ്പേര് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് വേറൊരു രാഷ്ട്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉദ്യോഗമോ അല്ലെങ്കിൽ സ്ഥാനപ്പേരോ ഒക്കെ കിട്ടുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ, അതായത് നമ്മുടെ രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെയോ വിദേശ രാഷ്ട്രത്തിൽ നിന്നും ഒരു സ്ഥാനപ്പേരും സ്വീകരിക്കാൻ പാടുള്ളതല്ല. 18(4) പറയുന്നത് രാഷ്ട്രത്തിന് കീഴിൽ ആദായകരമോ വിശ്വാസാധിഷ്ഠിതമോ ആയ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്ന ഏതൊരാളും രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സമ്മാനമോ ശമ്പളമോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗമോ സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്.
മഹാരാജ, രാജ് ബഹാദൂർ, റായ് ബഹാദൂർ, റായ് സാഹേബ്, ദിവാൻ ബഹാദൂർ തുടങ്ങിയ പദവികൾ പേരിനൊപ്പം ഉപയോഗിക്കുന്നത് ആർട്ടിക്കിൾ 18 പ്രകാരം നിരോധിച്ചിരിക്കുകയാണ്. ഭാരതരത്ന, പത്മ പുരസ്കാരങ്ങൾ ആർട്ടിക്കിൾ 18 കീഴിൽ വരില്ല. എന്നാൽ പേരിന് മുൻപോ ശേഷമോ ഇവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഭാരതരത്ന കിട്ടിയാലും പത്മ പുരസ്കാരം കിട്ടിയാലുമൊക്കെ ആർട്ടിക്കിൾ 18 കീഴിൽ അതൊന്നും വരില്ല. പക്ഷേ നമ്മുടെ പേരിന് മുൻപിലോ നമ്മുടെ പേരിന് ശേഷമോ ഒന്നും ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഭരണഘടനയിൽ പറയുന്നുണ്ട്. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഭാരതരത്ന, പത്മ പുരസ്കാരങ്ങൾ അനുച്ഛേദം 18 പ്രതിപാദിക്കുന്ന സ്ഥാനപ്പേരുകൾ എന്നതിൻ്റെ കീഴിൽ വരില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസ്. ഓർത്തിരിക്കണേ. 1954 ഈ ദേശീയ ബഹുമതികൾ ഏർപ്പെടുത്തിയത്. ഏത്? ഭാരതരത്ന, പത്മ പുരസ്കാരങ്ങൾ. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ 1977 ഇവ നിർത്തലാക്കുന്നു. എന്നാൽ 1980 ഇന്ദിരാഗാന്ധി സർക്കാർ അവ പുനഃസ്ഥാപിച്ചു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറയുന്നത്. ആർട്ടിക്കിൾ 19 പ്രകാരം 6 സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 19 പ്രകാരം 6 സ്വാതന്ത്ര്യങ്ങളാണ് പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. 19(1)(a) സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യവും 1(b) സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(c) സമാജങ്ങളോ യൂണിയനുകളോ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(d) ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, 19(1)(e) പറയുന്നത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ഏത് ഭാഗത്തും താമസിക്കാനും സ്ഥിരവാസമാക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും, 19(1)(g) പറയുന്നത് ഏതെങ്കിലും വൃത്തിയിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും തൊഴിൽ, വ്യാപാരമോ ബിസിനസ്സോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് കേട്ടോ, നല്ലതുപോലെ പഠിക്കണം. ഈ 6 സ്വാതന്ത്ര്യങ്ങളും സ്റ്റേറ്റിൻ്റെ നടപടികളിൽ നിന്ന് മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഈ 6 സ്വാതന്ത്ര്യങ്ങളും രാജ്യത്തെ പൗരന്മാർക്ക്, ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമാണ് ലഭിക്കുക. വിദേശ പൗരന്മാർക്ക് ഈ ആർട്ടിക്കിൾ ബാധകമല്ല. 19(1)(f) ഉൾക്കൊള്ളിച്ചിരുന്ന സ്വത്തവകാശത്തെ ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം 1978 44-ാം ഭേദഗതി പ്രകാരം നിയമാവകാശമാക്കിയെന്ന് നമ്മൾ പഠിച്ചു. ഇനി 19(1)(a) സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തിൽ വരുന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സ്വതന്ത്രമായി അവരുടെ അഭിപ്രായങ്ങൾ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ മറ്റു മാധ്യമങ്ങൾ മുഖേനയോ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. മാധ്യമ സ്വാതന്ത്ര്യം, വാണിജ്യ പരസ്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ടെലിഫോൺ സംഭാഷണം ചോർത്തപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, സംപ്രേഷണ സ്വാതന്ത്ര്യം, അതായത് മീഡിയ മാധ്യമങ്ങൾ സർക്കാരിന് കുത്തകാവകാശമില്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് സംപ്രേഷണം ചെയ്യാം. രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ എന്നിവർ ആഹ്വാനം ചെയ്യുന്ന ബന്ദിനെതിരെയുള്ള സ്വാതന്ത്ര്യം, പത്രത്തിൻ്റെ പ്രീ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിന് എതിരായ സ്വാതന്ത്ര്യം, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുള്ള സ്വാതന്ത്ര്യം, പണിമുടക്കൊഴികെ പ്രകടനത്തിനോ പിക്കറ്റിങ്ങിനോ ഉള്ള സ്വാതന്ത്ര്യം. ഇവയെല്ലാം 19(1)(a) സംസാരത്തിനോ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 19(1)(a) കീഴിൽ വരുന്ന ചില സ്വാതന്ത്ര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത്. രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, പൊതുസമാധാനം എന്നിവ മുൻനിർത്തി ഇവയ്ക്ക് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും പരമാധികാരവും പൊതുസമാധാനവും എല്ലാം മുൻനിർത്തി ഇവയിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ഗവൺമെൻറ്റിന് അത് ചെയ്യാനുള്ള അധികാരവും ഭരണഘടന നൽകുന്നു. 19(1)(b) സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. പൊതുസ്ഥലങ്ങളിൽ ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി ജാഥകൾ, പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവ നടത്താൻ പൗരർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഗതാഗത പരിപാലനത്തിനുമായി ഇവയ്ക്കുമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. 19(1)(c) പറയുന്നത് സമാജങ്ങളോ യൂണിയനുകളോ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അസോസിയേഷനുകൾ, യൂണിയനുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവ രൂപീകരിക്കാതെ ഇരിക്കാനും അവയിൽ അംഗം ആകാനും ആകാതെ ഇരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ഉണ്ടായിരിക്കും. അസോസിയേഷനുകൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കാനുള്ള അവകാശം മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടനകൾ രൂപീകരിക്കുന്നതിന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ ഏതെങ്കിലും സംഘടനകളിൽ അംഗമാകാൻ പാടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. 19(1)(d) പറയുന്നത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ഉണ്ടായിരിക്കും. പൊതുജനങ്ങളുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംരക്ഷണത്തെ മുൻനിർത്തി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും.
നമ്മുടെ രാജ്യത്തിനകത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 19ലും രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 21ലുമാണ് പറയുന്നത്. അപ്പം രാജ്യത്തിനകത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19ഉം രാജ്യത്തിന് പുറത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21ലുമാണ്. 19(1)(e) ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തെ ഏത് ഭാഗത്തും താമസിക്കാനും സ്ഥിരവാസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം. രാജ്യത്തിൻ്റെ ഏത് പ്രദേശത്തും താൽക്കാലികമായോ സ്ഥിരമായോ താമസിക്കാൻ ഏതൊരു പൗരനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. പൊതുജനങ്ങളുടെയും പട്ടികവർഗ വിഭാഗങ്ങളുടെയും സംരക്ഷണത്തെ മുൻനിർത്തി ഈ സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. 19(1)(g) ഏതെങ്കിലും വൃത്തിയിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും തൊഴിൽ, വ്യാപാരമോ ബിസിനസ്സോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അസന്മാർഗിക തൊഴിലിന് ഉപയോഗിക്കുന്നതും അപകടകരമായ തൊഴിൽ ചെയ്യിക്കുന്നതോ നിരോധിക്കാനും നിയമം മൂലം നിയന്ത്രിക്കാനോ ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ആർട്ടിക്കിൾ 19 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അതിനെക്കുറിച്ച് നല്ലതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളിത് മനസ്സിലാക്കണം. അടുത്തതാണ് ആർട്ടിക്കിൾ 20. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സംരക്ഷണം. കുറ്റാരോപിതരായ പൗരനോ വിദേശിയായ വ്യക്തിയോ ഏകപക്ഷീയമായ അമിതവുമായ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 20. അതായത് കുറ്റം ആരോപിച്ച ഒരാൾ ഇന്ത്യൻ പൗരനായാലും വിദേശിയായാലും അയാളെ അമിതമായ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 20. ഒരു വ്യക്തി കുറ്റം ചെയ്ത സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമത്തിന് അനുസൃതമായി മാത്രമേ ആ കുറ്റത്തിന് ശിക്ഷ വിധിക്കാൻ പാടുള്ളൂ. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. നോ ഡബിൾ ജിയോപാർഡി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം കുറ്റവിചാരണ ചെയ്യുവാനോ ശിക്ഷിക്കാനോ പാടില്ല എന്നിതിൽ പറയുന്നു. നോ സെൽഫ് ഇൻക്രിമിനേഷൻ. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്ക് തന്നെ എതിരായി മൊഴി നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20ലാണ്. അതിന് നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നു. അനുച്ഛേദം 21 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം ആർട്ടിക്കിൾ 21 ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നത്. സ്വാതന്ത്ര്യത്തിന് അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതും മൗലികാവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം അനുസരിച്ചല്ലാതെ ഒരു വ്യക്തിയുടെയോ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹാനിക്കാൻ പാടുള്ളതല്ല. അടിയന്തരാവസ്ഥാ കാലത്തും ഈ അവകാശം നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ അടിയന്തരാവസ്ഥാ കാലത്ത് പോലും നിരോധിക്കാൻ പറ്റാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്ക് അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസാണ് 2017 KS പുട്ടുസ്വാമി കേസ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസാണ് KS പുട്ടുസ്വാമി കേസ് 2017. അപ്പോൾ ആർട്ടിക്കിൾ 21 വരുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും മലിനീകരണമില്ലാത്ത വെള്ളവും വായുവും ഉൾപ്പെടെ മാന്യമായ അന്തരീക്ഷത്തിനുള്ള അവകാശം, അപകടകരമായ വ്യവസായങ്ങൾക്കെതിരായ സംരക്ഷണം, ഉപജീവനത്തിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, അതുപോലെ തന്നെ പാർപ്പിടത്തിനുള്ള അവകാശവും ആരോഗ്യത്തിനുള്ള അവകാശം, 14 വയസ്സുവരെ സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശം, ഏകാന്ത തടവിനെതിരായ അവകാശം, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം, കൈവിലങ്ങിനെതിരായ അവകാശം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരായ അവകാശം, കാലതാമസം നേരിടുന്ന വധശിക്ഷയ്ക്കെതിരായ അവകാശം, വിദേശയാത്രയ്ക്കുള്ള അവകാശം, അടിമവേലയ്ക്കെതിരായ അവകാശം, കസ്റ്റഡി പീഡനത്തിനെതിരായ അവകാശം, ഇവയെല്ലാം ആർട്ടിക്കിൾ 21 വരുന്നത്. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകളാണ് 14, 19, 21. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 14, 19, 21. അടിയന്തരാവസ്ഥാ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. അടിയന്തരാവസ്ഥാ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 358. അടിയന്തരാവസ്ഥാ കാലത്തും റദ്ദു ചെയ്യപ്പെടാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20, 21 എന്നിവ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോക്സ് നല്ലതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി 21A
വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആണ് 21A എന്ന് നമുക്കറിയാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റുന്ന സമയത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിൽ നിന്നും തടങ്കലിൽ നിന്നും പൗരന് സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 22. തടങ്കൽ 2 തരത്തിലാണ് ഉള്ളത്. 1. കുറ്റം ചെയ്ത വ്യക്തിയെ കോടതി വിചാരണ ശേഷം തടവിന് ശിക്ഷിക്കുന്നത്. 2. സമീപഭാവിയിൽ കുറ്റം ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്നതിനായി മുൻകരുതലിൻ്റെ ഭാഗമായുള്ള കരുതൽ തടങ്കൽ. ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്ന കാരണങ്ങൾ: 1. രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം. 2. ക്രമസമാധാനത്തിൻ്റെ നടത്തിപ്പ്. 3. അവശ്യ സാധനങ്ങൾ വിതരണവും സേവനവും സംബന്ധിച്ച് നടപടി. കുറ്റം ചെയ്തതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി താഴെ പറയുന്ന അവകാശങ്ങളുണ്ട്. അപ്പോൾ ഒരാളെ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു, പക്ഷേ അയാൾക്ക് എന്ത് അവകാശങ്ങളുണ്ട്? അറസ്റ്റിൻ്റെ കാരണത്തെക്കുറിച്ച് അറിയാനുള്ള അവകാശവും അഭിഭാഷകൻ്റെ സഹായം തേടാനും കേസ് വാദിക്കാനുമുള്ള അവകാശം, തടങ്കലിൽ വയ്ക്കാൻ മജിസ്ട്രേറ്റ് അനുമതി നൽകാത്ത പക്ഷം 24 മണിക്കൂറിന് ശേഷം വിട്ടയക്കപ്പെടാനുള്ള അവകാശം, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് യാത്രാസമയം കൂട്ടാതെയാണ് 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. ശത്രുരാജ്യത്തെ പൗരനും മുൻകരുതൽ തടങ്കലിലാകുന്ന വ്യക്തിക്കും മുകളിൽ പറഞ്ഞ അവകാശങ്ങൾ ലഭ്യമല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസക്കാലം തടങ്കലിൽ വയ്ക്കാൻ സാധിക്കും. 3 മാസത്തിന് ശേഷം ഈ കേസ് കോടതി ജഡ്ജി ഉൾപ്പെടുന്ന ഒരു ഉപദേശക സമിതിക്ക് മുൻപാകെ പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? മലയാളിയായ AK ഗോപാലനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അംബേദ്കർ അവശ്യ തിന്മ നെസസറി എവിൽ എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 22. ഇനി ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 23, 24 പറയുന്നു. 23. മനുഷ്യക്കടത്തിൽ നിന്നും നിർബന്ധിത വേലയിൽ നിന്നുമുള്ള സംരക്ഷണം. മനുഷ്യക്കടത്ത്, ബെഗർ, നിർബന്ധിത വേല അതുപോലെയുള്ള നിർബന്ധിച്ച് പണി ചെയ്യിക്കുന്നതിൻ്റെ മറ്റു രൂപങ്ങളും അനുച്ഛേദം 23 പ്രകാരം നിരോധിച്ചിരിക്കുന്നു. ബെഗർ മീൻസ് പ്രതിഫലം കൂടാതെയുള്ള നിർബന്ധിത വേലയാണ് കേട്ടോ. ഒരാൾ നിർബന്ധപൂർവ്വം ജോലി ചെയ്യുക എന്നത് മാത്രമല്ല നിർബന്ധിത വേല. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിനായി സൈനിക സേവനം, സാമൂഹിക സേവനം എന്നിവ നിർബന്ധപൂർവ്വം ചെയ്യുന്നത് ഈ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇത്തരം സേവനം ഏർപ്പെടുത്തുമ്പോൾ മതം, ജാതി, വർഗവ്യത്യാസം കൂടാതെ ആയിരിക്കണം പൗരന്മാരെ പരിഗണിക്കുന്നത്. മനുഷ്യനെ വാങ്ങുന്നതും വിൽക്കുന്നതും സ്ത്രീകളെയും കുട്ടികളെയും വിൽപ്പനച്ചരക്കാക്കി ഉപയോഗിക്കുന്നതും അസന്മാർഗിക പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നതും ദേവദാസി സമ്പ്രദായം, അടിമത്തം എന്നീ പ്രവർത്തനങ്ങളെ തടയുന്നതിനു വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ഇമ്മോറൽ ട്രാഫിക് പ്രൊവിഷൻ ആക്ട് 1956. ആർട്ടിക്കിൾ 24 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലവേല നിരോധനം. ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 24. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറി, ഖനി, മറ്റ് അപകടകരമായ ജോലികൾ എന്നിവ ചെയ്യുന്നതിൽ നിന്നും തടയുന്നു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക്. റഗ് മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റഗ് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? നോബൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിയുടെ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ? മലാല യൂസഫ്സായിയുടെ കൂടെ സമാധാന നോബൽ പങ്കിട്ട വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച പ്രസ്ഥാനമാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് 2014 മലാല യൂസഫ്സായിക്കൊപ്പം. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ ഇഷ്ടാനുസരിച്ചുള്ള മതം തിരഞ്ഞെടുക്കുന്നതിനും പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയായി കണക്കാക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 25 സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ്.
ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ഇന്ത്യയിലെ ഓരോ പൗരനും സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കാനും ആ മതത്തെ ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്നതിൽ മറ്റൊരാളെ മതത്തിലേക്ക് നിർബന്ധപൂർവ്വം പരിവർത്തനം ചെയ്യുക എന്നത് ഉൾപ്പെടുന്നില്ല. വ്യക്തിയുടെ മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ലെങ്കിലും ക്രമസമാധാനം, സദാചാരം, ആരോഗ്യം എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സാമൂഹികമായ ചില ദുഷ്കൃത്യങ്ങൾ പിഴുതെറിയുന്നതിന്, അതായത് ഈ സതി, നരബലി, വിവാഹം എന്നിവ പോലുള്ള വേണ്ടിയും ഗവൺമെൻറ്റിന് മതകാര്യങ്ങളിൽ ഇടപെടാം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിന് അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 26. മതപരവും ജീവകാരുണ്യപരവുമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, മതപരമായ ആചാരങ്ങൾ അതത് മതങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശം എന്നിവ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 26 ആർട്ടിക്കിൾ 27 ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും നികുതി കൊടുക്കാൻ ഒരു വ്യക്തിയെയോ നിർബന്ധിക്കാൻ പാടില്ല. എന്നാൽ മത തീർത്ഥാടകർക്ക് ഒരു പ്രത്യേക സേവനങ്ങൾ, സുരക്ഷ എന്നിവ ഒരുക്കുന്നതിന് ഫീസ് ഈടാക്കാം. ആർട്ടിക്കിൾ 28 പൂർണ്ണമായും സർക്കാർ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മതപരമായ ചടങ്ങുകൾ നടത്താൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണമായും സർക്കാർ ധനസഹായത്താൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മതപരമായ ചടങ്ങുകൾ പ്രോത്സാഹിപ്പിക്കാനോ നടത്താനോ പാടില്ല. ഗവൺമെൻറ് അംഗീകരിച്ചതും സർക്കാർ ധനസഹായത്താൽ പ്രവർത്തിക്കുന്നതുമായ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുന്ന വ്യക്തിയെ സ്ഥാപനത്തിലെ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. കുട്ടി പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ രക്ഷകർത്താവ് സമ്മതം നൽകാത്ത പക്ഷം മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടാനും പാടുള്ളതല്ല. 4 തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത്. 1. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലുള്ളവ. ഇവിടെ മതപരമായ ചടങ്ങുകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. 2. സർക്കാർ നിയന്ത്രണത്തിലുള്ളതും എന്നാൽ ട്രസ്റ്റിൻ്റെ കീഴിൽ സ്ഥാപിതമായതും. മതപരമായ ചടങ്ങുകൾ ഇവിടെ അനുവദനീയമാണ്. 3. സർക്കാരിൻ്റെ അംഗീകാരമുള്ളവ. 4. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവ. ഇവിടെ 2 ഇടങ്ങളിലും 3-ലും 4-ലും മതപരമായ കാര്യങ്ങൾ സ്വമേധയാ അനുവദനീയമായിട്ടുള്ളതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ന്യൂനപക്ഷങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു സുരക്ഷാബോധം ഉണ്ടാക്കുന്നതിന് ഭൂരിപക്ഷത്തിന് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഒരു മതേതര രാഷ്ട്രത്തിൽ മാത്രമേ ന്യൂനപക്ഷത്തിന് സുരക്ഷിതത്വം ഉണ്ടായിരിക്കുകയുള്ളൂ. അത് അവരെ ദേശീയവാദികളാക്കും. സർദാർ ഹുക്കും സിംഗ് പറഞ്ഞതാണ് ഈ വാക്കുകൾ. ആർട്ടിക്കിൾ 29 പറയുന്നത് ന്യൂനപക്ഷ താൽപ്പര്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. മതന്യൂനപക്ഷങ്ങളുടെയും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്ന വകുപ്പാണ്. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് താമസിക്കുന്ന പൗരന്മാർക്ക് സ്വന്തമായുള്ള ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ളതോ സർക്കാർ ധനസഹായത്തോടെ കൂടിയ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി, മതം, ഭാഷ, വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരന് പ്രവേശനം നിഷേധിക്കാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 30 പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനുമുള്ള അവകാശമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനും അവകാശമുണ്ട്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 തരത്തിലാണ് ഉള്ളത്. 1. സംസ്ഥാനത്തിൻ്റെ അംഗീകാരവും സഹായവും ആവശ്യപ്പെടുന്നവ. 2. സംസ്ഥാനത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതും ധനസഹായം ആവശ്യമില്ലാത്തതും. 3. സംസ്ഥാനത്തിൻ്റെ അംഗീകാരമോ സഹായമോ ആവശ്യമില്ലാത്തവ. ഇനി സ്വത്തവകാശം ആർട്ടിക്കിൾ 31 ഇത് എടുത്തു കളഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. അനുച്ഛേദം 1F ആർട്ടിക്കിൾ 31 പക്ഷേ 19(1) എന്താണ്? ഓരോ പൗരനും സ്വത്ത് സമ്പാദിക്കാനും കൈവശം വയ്ക്കാനും വിനിയോഗിക്കാനുള്ള അവകാശം. 31 നിയമപ്രകാരമല്ലാത്ത ഒരു വ്യക്തിയുടെ സ്വത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നു. പൊതു ആവശ്യത്തിന് ഉടമയ്ക്ക് നഷ്ടപരിഹാര തുക നൽകി സർക്കാരിന് സ്വത്ത് ഏറ്റെടുക്കാം. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നും 1973 സുപ്രീം കോടതി വിധിച്ചു. ഇത് പ്രകാരം 1978 44-ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 19(1)F, അനുച്ഛേദം 31 എന്നിവ പിൻവലിച്ചു. സ്വത്തവകാശം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ 300A
ഭാഗം 12ലേക്കാണ്. നിലവിൽ സ്വത്തവകാശ നിയമപരമായ അവകാശമാണ്. ലീഗൽ റൈറ്റ് നിയമപരമായ അവകാശം. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ലംഘനമുണ്ടായാൽ പൗരന് ആർട്ടിക്കിൾ 226 പ്രകാരം കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ആരുടെ വാക്കുകളാണ്? മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ആർട്ടിക്കിളിനെ കുറിച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32-ലും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226-ലുമാണ്. ഈ 4 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അംബേദ്കർ പറഞ്ഞ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. അതേസമയം ഒരു ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങൾ നടപ്പാക്കുന്നതിന് മാത്രമല്ല മറ്റേതെങ്കിലും കാര്യത്തിനും റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. അതായത് നിയമപരമായ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന്. അതിനാൽ റിട്ടുകളുടെ കാര്യത്തിൽ ഹൈക്കോടതിയേക്കാൾ സുപ്രീം കോടതിയേക്കാൾ അധികാരപരിധി ഹൈക്കോടതിക്കാണ്. റിട്ടിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. എന്നാൽ ഹൈക്കോടതിക്ക് അതിൻ്റെ പ്രാദേശിക അധികാര പരിധിയിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനാവുകയുള്ളൂ. അനുച്ഛേദം 32-ൽ പറയുന്ന ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം മൗലികാവകാശമായതുകൊണ്ട് തന്നെ ഈ വകുപ്പ് പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ കോടതിക്ക് കഴിയില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ റിട്ട് പുറപ്പെടുവിക്കുന്നതിൽ ഹൈക്കോടതിക്ക് ഒരു വിവേചനാധികാരമുണ്ട്. അപ്പോൾ റിട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകളുടെ എണ്ണം 5 ആണ്. എത്ര റിട്ടുകളാണുള്ളത്? 5. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറൻറ്റോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറൻറ്റോ. ഹേബിയസ് കോർപ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരാളെ തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയുടെ അയാളെ സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. തടങ്കലിൽ വെച്ചതിൻ്റെ കാരണവും നിയമസാധുതയും കോടതി പരിശോധിക്കുന്നു. തടവ് നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് ആ വ്യക്തിയെ മോചിപ്പിക്കാം. പൊതു അധികാരിക്കെതിരെയോ സ്വകാര്യ വ്യക്തിക്കെതിരെയോ ഈ റിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? അത് ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കുക, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. അപ്പം PSC ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്ന് അറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് റിട്ടാണ്. കോർപ്പസ് പുറപ്പെടുവിക്കാനാകാത്ത സാഹചര്യങ്ങൾ. തടങ്കൽ നിയമാനുസൃതമാണെങ്കിൽ, നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യങ്ങൾക്കെതിരായ നിയമ നടപടി ആണെങ്കിൽ, കോടതി ഉത്തരവ് മൂലമുള്ള തടങ്കലാണെങ്കിൽ, തടങ്കൽ ഹൈക്കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെങ്കിൽ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹേബിയസ് കോർപ്പസ് നിലനിൽക്കില്ല. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഹേബിയസ് കോർപ്പസ് ആദ്യമായി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് എലീജ എംബെയാണ്. വാറൻ ഹോസ്റ്റിങ്സിനെതിരെയായിട്ടാണ് ജസ്റ്റിസ് എലീജ എംബെ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിച്ചത്. ഇനി മാൻഡമസ്. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം നാം ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ വന്ന റിട്ട് ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. മാൻഡമസ് ആണ്. ഏതെങ്കിലും ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയോ അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ കർത്തവ്യം നിർവഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. പൊതുസ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ, കീഴ്ക്കോടതി, ട്രൈബ്യൂണലുകൾ എന്നിവയ്ക്കെതിരെ ആവശ്യമെങ്കിൽ സർക്കാരിനെതിരെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കുന്ന സാധിക്കാത്ത സാഹചര്യങ്ങൾ, പൊതുകടമ നിർവഹിക്കാത്ത സ്വകാര്യ വ്യക്തി, സ്ഥാപനം എന്നിവയ്ക്കെതിരെ നിയമത്തിൻ്റെ പിൻബലമില്ലാത്ത വകുപ്പുതല നിർദ്ദേശം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥൻ്റെ ചുമതല വിവേചനാധികാരമുള്ളതും നിർബന്ധിതവുമല്ലാത്തതും ആയിരിക്കുമ്പോൾ ഒരു കരാർ ബാധ്യത നടപ്പിലാക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ എതിരെ സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ആണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷന്റെ അർത്ഥം തടയുക എന്നാണ്. തങ്ങളുടെ അധികാര പരിധി ലംഘിക്കുന്നതിൽ നിന്നും ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നതിൽ നിന്നും കീഴ്ക്കോടതികളെയും ട്രൈബ്യൂണലുകളെയും തടയുന്നതിന് വേണ്ടി ഉയർന്ന കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ.
ജുഡീഷ്യൽ, അതായത് കീഴ്ക്കോടതികളും ട്രൈബ്യൂണലുകളും എന്തെങ്കിലും അധികാരപരിധി ലംഘിച്ചാൽ അത് തടയുന്നതിന് വേണ്ടി മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും ഇത് ഉപയോഗിക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴഞ്ചൊല്ല അർത്ഥമായി വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ടും പ്രൊഹിബിഷൻ തന്നെയാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആട്ടോ. ലാസ്റ്റ് 2 പോയിന്റ് നമ്മൾ പറഞ്ഞത്. അടുത്തതാണ് സെർഷ്യോററി. സെർഷ്യോററി എന്നതിനാൽ സാക്ഷ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഈ സെർഷ്യോററി. മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൻ്റെ രേഖകൾ വിട്ടുകിട്ടുന്നതിന് ഉപയോഗിക്കുന്ന റിട്ടാണ് സെർഷ്യോററി. ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ, വ്യക്തികളുടെ അവകാശങ്ങളെ ബാധിക്കുന്ന ഭരണതലത്തിലെ അധികാരികൾ എന്നിവർക്കെതിരെയും ഈ റിട്ട് പുറപ്പെടുവിക്കാം. സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, നിയമനിർമ്മാണ സ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെ ഈ റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിയമനിർമ്മാണ സ്ഥാപനങ്ങൾക്കുമെതിരെ സെർഷ്യോററി റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അപ്പോൾ റിട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് മുൻപേ ഉദ്ഭവിച്ചതാണ് എന്ന് പറഞ്ഞത് ഹരോൾഡ് ജെ ലാസ്കിയാണ്. ലാസ്റ്റാണ് കോ വാറൻറ്റോ റിട്ട്. എന്തധികാരം കൊണ്ട് എന്നർത്ഥം വരുന്ന റിട്ടാണ് കോ വാറൻറ്റോ. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറൻറ്റോ. ഈ ഉത്തരവിലൂടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്യാൻ കഴിയും. നിയമം മൂലമോ ഭരണഘടനാനുസൃതമായോ രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ ഈ റിട്ട് പുറപ്പെടുവിക്കാനാവുകയുള്ളൂ. നിയമം മൂലമോ ഭരണഘടനാനുസൃതമായോ രൂപീകരിക്കപ്പെട്ട സ്ഥിര സ്വഭാവമുള്ള ഒരു പൊതു ഓഫീസിനെതിരെ മാത്രമേ കോ വാറൻറ്റോ റിട്ട് പുറപ്പെടുവിക്കാനാകൂ. മറ്റ് 4 റിട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ ബാധിക്കപ്പെട്ട പൗരൻ തന്നെ അനുമതി തേടണമെന്നില്ല. പൊതു താല്പര്യമുള്ള ഏതൊരു പൗരനും കോ വാറൻറ്റോ ആവശ്യപ്പെടാം. പൊതു താല്പര്യ ഹർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറൻറ്റോ. പൊതു താല്പര്യ ഹർജി അല്ലെങ്കിൽ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഏതൊരു പൗരനും കോ വാറൻറ്റോ ആവശ്യപ്പെടാവുന്നതാണ്. അടുത്ത റിട്ടാണ് അനുച്ഛേദം 33. സായുധ സേന, അർദ്ധസൈനിക വിഭാഗം, പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവയിലെ അംഗങ്ങൾക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനും അവരുടെ ഇടയിൽ അച്ചടക്കം നിലനിർത്തുന്നതിനുമായി അവരുടെ മൗലികാവകാശങ്ങൾ പരിമിതപ്പെടുത്താനോ റദ്ദാക്കാനോ പാർലമെന്റിന് നിയമം വഴി അധികാരം നൽകുന്നു. അനുച്ഛേദം 33 പ്രകാരമുള്ള നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് മാത്രമാണ് അധികാരം. മൗലികാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഈ നിയമങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. ഇനി ആർട്ടിക്കിൾ 34. ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടാളഭരണം നിലനിൽക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന റിട്ടാണ് ആർട്ടിക്കിൾ 34. ആർട്ടിക്കിൾ 34 ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചത്. മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. മൗലികാവകാശങ്ങൾ ഏത് PSC പരീക്ഷയ്ക്കാണേലും കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർട്ടിക്കിൾ 19, 14, 15, 21 ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൗലികാവകാശങ്ങൾ എന്ന ഭാഗത്തു നിന്നും PSC ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക. SCERT ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വീണ്ടും കേൾക്കുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നേരമില്ലാത്തവർ ആദ്യം കുറച്ച് കേൾക്കുക, പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡിൽ നമ്മളൊരു 2-3 തവണ കേൾക്കുമ്പം നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പം
PSC ഒന്നും നമുക്ക് കാണാതെ പഠിച്ചിട്ട് ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ പലതവണ കേൾക്കുമ്പോൾ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇന്ന ഭാഗത്ത് നിന്നാണ് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഓർമ്മയിലൂടെ നമുക്ക് എഴുതാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ PSC. അല്ലാതെ നമുക്കിപ്പോൾ കാണാതെ പഠിച്ചിട്ട് ഇന്നത് വരുമെന്നും പറഞ്ഞു പോയി എഴുതാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ വ്യൂസും നമുക്ക് ഓരോ ദിവസവും ആളുകൾ ഇത് കണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടി എന്നുള്ളപ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം, അല്ലേ? ഞാനും നിങ്ങളെപ്പോലെ PSC പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരാൾ എങ്ങനെയായിരിക്കും പഠിക്കാനിരിക്കുമ്പം അവരുടെ ചിന്തകൾ പോകുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ചും വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും അവർ എല്ലാ പണിയും കഴിഞ്ഞിട്ട്, അല്ലേ, ഒന്ന് കുറച്ച് നേരം എന്തെങ്കിലും പഠിക്കാമെന്ന് കരുതുമ്പോൾ നിങ്ങൾക്കിത് ഉപകാരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പഠിക്കുക, എല്ലാവരും മനസ്സിലാക്കുക. താങ്ക് യു ഓൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.